ക്രിയേറ്റീവ് എക്കോണമിയിൽ പോലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ബട്ട് ദിസ് ഡസൻ മീൻ ദാറ്റ് നമ്മുടെ ജീവിതം ഇനി മോശമാവുന്നൊന്നുമല്ല. അതിശയോക്തി പറയാമെന്ന് കരുതരുത്. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് നമ്മളെ ചരിത്രത്തിൽ വെച്ച് തന്നെ ഏറ്റവും ബെസ്റ്റ് ഓഫ് ദ ടൈംസിലാണ്. ഇനി മുന്നോട്ട് പോകുമ്പോഴും ജോലി ഇല്ലാണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, ശരിയാണ്. പക്ഷേ ജോലി നിർബന്ധമാവണമെന്നില്ല ഇനിയുള്ള കാലത്ത്. അപ്പോൾ ഈ മാറ്റങ്ങൾ നല്ലതിനാവാം. കാരണം എനിക്ക് മനസ്സിലാക്കുന്നത് മനുഷ്യൻ്റെ ബേസിക് പണി എന്ന് പറയുന്നത് രാവിലെ എണീറ്റ് ജോലിക്ക് പോവുക, വൈകുന്നേരം വന്ന് തിരിച്ചു വരിക, അല്ലെങ്കിൽ കാലാകാലവും ഇങ്ങനത്തെ ഒരു റുട്ടീൻ ലൈഫിൻ്റെ ഭാഗമാവുക എന്നുള്ളതല്ല. മനുഷ്യൻ്റെ ഒരു കോർ വാല്യൂ എന്ന് പറയുന്നത് സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക എന്നൊക്കെ ഉള്ള കാര്യമാണ്. അപ്പോൾ അതിന് കുറച്ചും കൂടെ സമയം കിട്ടുന്ന ഒരു ഭാവി ആയിരിക്കും ഒരു പക്ഷേ ഇനി വരാനിരിക്കുന്നത് എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ജസ്റ്റ് ആ പുസ്തകത്തിനെ എടുത്തു നോക്കിയാൽ കാണാം, സാമന്തയുടെ കാമുകന്മാർ എന്നാണ് പേര്. അതൊരു പൈങ്കിളി നോവലല്ലാന്ന് ഞാൻ മുൻകൂട്ടി സൂചിപ്പിക്കുകയാണ്. പുസ്തകം ചർച്ച ചെയ്യുന്നത് 4ാം വ്യവസായ വിപ്ലവത്തെക്കുറിച്ചാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നതും 4th ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് 4th ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ മുൻപിൽ നടന്നിട്ടുള്ള 3 എന്താണെന്ന് പറയേണ്ടി വരും. അപ്പോൾ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള 1ാം വ്യവസായ വിപ്ലവം അല്ലെങ്കിൽ സ്റ്റീം എഞ്ചിൻ്റെ ആവിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെ തുടങ്ങിയ 1ാം വ്യവസായ വിപ്ലവത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിന്ന് 4th ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ കാലത്താണ്, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് സംസാരിക്കുന്ന, പുതിയ ബിസിനസ് മോഡലുകളെ കുറിച്ച് സംസാരിക്കുന്ന കാലത്താണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ അറിയാന്നുള്ളത് ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും എന്ന് അറിയുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വളരെ ബ്രീഫായിട്ട് എങ്ങനെയാണ് നമ്മൾ 4ാം വ്യവസായ വിപ്ലവത്തിൻ്റെ കാലത്ത് എത്തിയത് എന്നുള്ളതും എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങളെന്നും ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തു പോകാം. ഇതിൽ ഏറ്റവും ആദ്യത്തേത് 1ാം വ്യവസായ വിപ്ലവമാണ്. 1ാം വ്യവസായ വിപ്ലവം സംഭവിച്ചു എന്ന് പറയുന്നത് ഏതാണ്ട് 250 വർഷങ്ങൾക്ക് മുൻപാണ്. മനുഷ്യർ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് അനേകായിരം വർഷങ്ങളായി എന്ന് പറയുന്നുണ്ട്. മനുഷ്യർ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി, കൃഷി തുടങ്ങിയതിന് ഏതാണ്ട് ഒരു 12,000-10,000 വർഷങ്ങളോളം പഴക്കമുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ റീസെൻറ്റ് ഫിനോമിനയാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആരംഭിക്കുന്നത് വരേക്കും മനുഷ്യൻ്റെ ഒരു പ്രധാന ഒക്കുപേഷൻ എന്ന് പറയുന്നത് കൃഷിയായിരുന്നു, അല്ലെങ്കിൽ കൃഷിയോടനുബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നതും അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഈ ഫെസിലിറ്റി എല്ലാം ഉള്ളതും ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഇതെല്ലാം വളരെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഫിനോമിനയാണ്. നമ്മുടെ ഒരു ഹിസ്റ്ററിയൊക്കെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആവിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട് അല്ലേ. GPT-കളാണ് അല്ലെങ്കിൽ ജനറൽ പർപ്പസ് ടെക്നോളജികളാണ് ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻസിനെ പവർ ചെയ്തിട്ടുള്ളത്. എന്താണ് GPT എന്നറിയോ? നമ്മൾ ഇന്ന് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഒരു GPT ആണ്, ഒരു ജനറൽ പർപ്പസ് ടെക്നോളജിയാണ്. കാരണം കറണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ലൈറ്റ് പ്രവർത്തിപ്പിക്കാം, AC പ്രവർത്തിപ്പിക്കാം, ഈ മൈക്ക് പ്രവർത്തിക്കുന്നുണ്ട്, ബാക്കിൽ സ്ക്രീന് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് നിരവധി മറ്റു ടെക്നോളജികളെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ടെക്നോളജികളെല്ലാം നമുക്ക് എന്ത് പറയാം, GPT-കളായിട്ട് പറയാം. അപ്പോൾ ആവിയന്ത്രം അതുപോലെ ഒരു GPT ആയിരുന്നു. കാരണം ആവിയന്ത്രം ഉപയോഗിച്ചിട്ട് ലോക്കോമോട്ടീവ്സ് ഉണ്ടായിരുന്നു, ട്രെയിനുകൾ പ്രവർത്തിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ആവിയന്ത്രം ഉപയോഗിച്ചിട്ട് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് മനുഷ്യൻ്റേതല്ലാത്ത ഒരു ശേഷിയെ ഉപയോഗിക്കാൻ കഴിയുന്നത്, മനുഷ്യൻ്റെയോ അല്ലെങ്കിൽ മൃഗങ്ങളുടെയോ അല്ലാത്ത ഒരു ശേഷി ഉപയോഗിക്കാൻ കഴിയുന്നത്. അന്ന് വരേക്കും മനുഷ്യന് പരിചിതമായിരുന്നത് ഒന്നുകിൽ മനുഷ്യൻ്റെ ശാരീരിക ക്ഷമത അല്ലെങ്കിൽ മൃഗങ്ങളുടെ ശാരീരിക ക്ഷമത ഉപയോഗിച്ചിട്ടുള്ള ജോലികളോ ബിസിനസ്സുകളോ ആണ് അന്നത്തെ കാലത്ത് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ അതൊരു യാത്ര ചെയ്യുകയാണെങ്കിലും അത് ഒരു വസ്തു ഒരു സ്ഥലത്ത് നിന്ന് നീക്കുകയോ പൊക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിലും ഇതേ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. എന്നാൽ ആദ്യമായിട്ട് 1ാം വ്യവസായ വിപ്ലവത്തോടെ നമുക്ക് ആവിയന്ത്രം അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ പവർ നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു ശേഷി കൈവരിക്കുകയാണ്. അതിനുശേഷം അത് വളരെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്നൊക്കെ പറയുമ്പോഴും അതിൻ്റെ ആനുവൽ ഗ്രോത്ത് ഏതാണ്ട് 1%, 1.5% എന്നെല്ലാം പറയുന്നുണ്ട്. അതായത് ആദ്യത്തെ ഒരു 100 വർഷം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഒരു ഫസ്റ്റ് 100 ഇയേഴ്സിലെ ഗ്രോത്ത് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഏതാണ്ട് 1%, 1.5% ആയിരുന്നു. ഇതിനുശേഷം ഏതാണ്ട് 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലൊക്കെയാണ് സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരുന്നത്. നമുക്ക് ഇന്ന് അറിയുന്ന ഇലക്ട്രിസിറ്റി, ഇപ്പോൾ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ വരവോട് കൂടിയിട്ടാണ് സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നുണ്ട്. എല്ലാത്തിനും പിടിച്ചിട്ട് ഇലക്ട്രിഫൈ ചെയ്യുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ ഇന്നോവേഷൻ എന്ന് പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഇലക്ട്രിസിറ്റി നൽകുക എന്നുള്ളത്. അപ്പോൾ അത് അന്നത്തെ സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടാക്കിയ ഒരു വലിയ ചേഞ്ച് ആയിരുന്നു. ഇലക്ട്രിസിറ്റിയുടെ ഒരു പ്രൊലിഫറേഷനും ഫാക്ടറികളുടെ ഒരു പുതിയ മോഡലെല്ലാം, ഫാക്ടറി സിസ്റ്റംസ് തന്നെ വർക്ക് ചെയ്യുന്ന ഒരു അസംബ്ലി ലൈൻ കൺസെപ്റ്റും എല്ലാം ഈ സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ പ്രോഡക്റ്റ് ആയിരുന്നു. ഇതിന് ശേഷം വന്നതാണ് 1960-കളിലും 70-കളിലും ഒക്കെ ഇൻ്റർനെറ്റിൻ്റെ ആവിർഭാവത്തോടു കൂടി വന്നിട്ടുള്ള തേർഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഈ തേർഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അന്ന് വരേക്കും മനുഷ്യൻ്റെ ബ്രെയിന് കോമൺ ആയിട്ട് പങ്കുവെക്കാൻ പറ്റുന്ന ഒരു വേദി ഉണ്ടായിരുന്നില്ല. ഈ വേദി ആദ്യമായിട്ട് ലഭ്യമാകുന്നത് ഈ
തേർഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനോട് കൂടി അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ വരവോട് കൂടിയിട്ടാണ്. അപ്പോൾ ഇൻ്റർനെറ്റ് വന്നതിന് ശേഷം ഉണ്ടായ ഒരു പ്രധാന മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മുടെ ആശയങ്ങൾ പങ്കുവെക്കാനും എല്ലാം പറ്റുന്ന ഒരു മാധ്യമം അവൈലബിൾ ആയി എന്നുള്ളതാണ്. ഇതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ കുറിച്ചാണ്. ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ പവർ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലോ, ഇൻ്റർനെറ്റ് ഒരു GPT ആണ്, ഇലക്ട്രിസിറ്റി ഒരു GPT ആണ്. ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ പവർ ചെയ്യുന്നത് ഒരു GPT മാത്രമല്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതിൽ നമ്മുടെ ഫിറോസ്കൊക്കെ പറയുന്ന IoT ഉണ്ട്, അതിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്, അതിൽ ബ്ലോക്ക് ചെയിൻ ഉണ്ട്, അതിൽ 3D പ്രിൻറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഒട്ടനവധി GPTകളാണ് ഇന്ന് ഈ ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ പവർ ചെയ്യുന്നത്. ഇനി ഈ ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം ഏതെങ്കിലും ഒരു സെക്ടറിനെ മാത്രമല്ല, അത് ഇൻഡസ്ട്രി വൈഡ് ആയിട്ടുള്ള ഡിസ്റപ്ഷൻസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ ഇതിനു മുൻപ് സംസാരിച്ചവർ പലപ്പോഴും സൂചിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഇവിടെയുള്ള ട്രഡീഷണൽ ഇൻഡസ്ട്രികളാണ്, അവർ പുതിയ അവന്യൂസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഉണ്ട്, അത് വളരെ എമർജിങ് ആയിട്ടുള്ളതാണ്. നമ്മുടെ നേരത്തെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ CEO നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് ബാഗേജിൽ ഒരു ഇമോഷണൽ ബാഗേജ് ഒന്നുമില്ല. ഒരുപാട് ഞാൻ മുൻപ് ഇൻവെസ്റ്റ് ചെയ്തതാണ്, അതുകൊണ്ട് ഇനി അതന്നെ തുടർന്ന് പോകണം എന്നുള്ള ബാഗേജ് ഒന്നുമില്ല. സ്റ്റാർട്ടപ്പുകൾക്ക് എപ്പോൾ വേണമെങ്കിലും പുതിയത് തുടങ്ങാനും ഭയങ്കര എജൈലായിട്ട് മൂവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടെന്നുള്ളതെല്ലാം പറഞ്ഞു. ഇത്തരം കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്ന ഈ ഒരു പുതിയ ലോകത്തെ, അല്ലെങ്കിൽ ഈ ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ലോകത്തെ നിങ്ങൾ വ്യക്തമായി പരിചയപ്പെടുന്നത് നിങ്ങളുടെ മുൻപോട്ടുള്ള ബിസിനസ്സിൻ്റെ സാധ്യതകളെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ലോകം ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാനും സഹായിക്കും. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇപ്പോൾ നമ്മളെല്ലാവരും ദുബായിലാണ് നിൽക്കുന്നത്. അപ്പോൾ ദുബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ടെക്നോളജിയുടെ കാര്യത്തിലെല്ലാം ഒരു ഫാസ്റ്റായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നൊരു നാടാണ്. ദുബായിൽ വന്ന മലയാളികളും അതെ, നമ്മുടെ നാട്ടിലുള്ള മലയാളികൾ അങ്ങനെയല്ല, ദുബായിൽ വന്ന മലയാളികളും അതെ, ടെക്നോളജിയുടെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ള കാര്യത്തിലാണെങ്കിലും വളരെ ഫാസ്റ്റായിട്ട് അഡോപ്റ്റ് ചെയ്യും. നേരെ മറിച്ച് ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണ്, ഒരു ഓട്ടോണമസ് കാറ് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെൽഫ് ഡ്രൈവ് ചെയ്യുന്ന കാറ് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈടെക്സിൽ പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇതിനു മുൻപ് ഒരുപാട് സെൽഫ് ഡ്രൈവിംഗ് കാർ കമ്പനികളുണ്ട്, ടെസ്ലയോ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ തന്നെ വൈമോ പോലെയുള്ള കമ്പനികളെ കുറിച്ച് അറിയുന്നവർ ദുബായിൽ ഉണ്ടാകും. അതേസമയം നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ ചോദിക്കുക, അപ്പോൾ ഈ റോട്ടിലൂടെ വെറുതെ അലഞ്ഞു തിരിഞ്ഞ ആളുകൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഈ നായ്ക്കളോ മറ്റൊക്കെ നടക്കുമ്പോൾ ഈ കാർ എന്ത് ചെയ്യും? അപ്പം നമ്മുടെ നാട്ടിലൊന്നും ഇതൊരു കാലത്തും വരില്ല എന്നൊക്കെ പറയുന്ന ഒരു വേ ഓഫ് തിങ്കിങ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. അതായത് ഇതൊന്നും നമ്മളെ ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ളത്. ഈ ചിന്തയ്ക്കാണ് കോവിഡ് ഏറ്റവും വലിയ അടി നൽകിയത്. കാരണം ടെക്നോളജി നമ്മുടെ നാട്ടിലൊന്നും ഈ അടുത്ത കാലത്തൊന്നും എത്താൻ പോകുന്നില്ല. എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, ഒരു 1.5 വർഷം മുൻപേ, ഒരു കോവിഡിന് മുൻപുള്ളൊരു സമയത്ത് ഒരു ഫ്രണ്ട്സ് ഗ്യാതറിങ്ങിൽ ഈ ടെക്നോളജി ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരുത്താൻ പോകുന്ന ചേഞ്ചുകളെ കുറിച്ച് സംവദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത്, ലോകത്ത് വേറെ എവിടെ വേണമെങ്കിലും വരും, നമ്മുടെ ഇന്ത്യയിലേക്കൊന്നും ഇത് ഈ അടുത്ത കാലത്തൊന്നും വരില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് നമുക്കെല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന ഒരു ഫാക്റ്റ് ഉണ്ട്. നേരത്തെ CEO സൂചിപ്പിച്ച പോലെ, മൈക്രോസോഫ്റ്റിൻ്റെ CEO സത്യ നടല മുൻപ് പറഞ്ഞ പോലെ, ലോകം ഒരു 10 വർഷമെങ്കിലും മുൻപോട്ട് പോയിട്ടുണ്ട് ടെക്നോളജി അഡോപ്ഷൻ്റെ കാര്യത്തിൽ. ഈ കോവിഡ് കാലത്ത് ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ, അതായത് മിക്ക ടെക്നോളജികളും ആൾറെഡി ഇവിടെ എക്സിസ്റ്റിംഗ് ആയിരുന്നു, പക്ഷേ ആ ടെക്നോളജികൾ അഡോപ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ മിക്ക കമ്പനികളും പിറകിലായിരുന്നു. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, നേരത്തെ ഹുസൈൻ സർ സൂചിപ്പിച്ച പോലെ ഭയങ്കര സുഖലോലുപതയിൽ കഴിയുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അതായത് എക്സിസ്റ്റിംഗ് ആയിട്ട് വളരെ സ്ട്രോങ് റവന്യൂ ഉണ്ടാകും, ആ സമയത്ത് എക്സ്പെൻസുകൾ അത്ര കാര്യമാക്കേണ്ട ആവശ്യം ഉണ്ടാകില്ല. അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് വെർട്ടിക്കലുകൾ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന ആളുകൾ പുതിയ മേഖലയിലേക്ക് മാറേണ്ട നീഡിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകില്ല. ഇങ്ങനെയുള്ള കാരണങ്ങളാലെല്ലാം ഒരു സ്ഥിരം പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അത്തരം ആളുകൾക്ക് ഈ കോവിഡ് കാലം വലിയൊരു തിരിച്ചറിവിൻ്റെ കാലം കൂടിയായിരുന്നു. അപ്പോൾ ഈ ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ മുൻപോട്ട് വെക്കുന്ന ആശയം എന്താണെന്ന് മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ മേഖലയിലും സമസ്ത മേഖലകളിലും ഒരു ഡിജിറ്റൽ വൽക്കരണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിന്ന്. ഇവിടെ ഒരു ട്രഡീഷണൽ ബിസിനസ്സോ അല്ലെങ്കിൽ ന്യൂ ഏജ് ബിസിനസ്സോ എന്നുള്ള മാറ്റമില്ല. എല്ലാ ബിസിനസ്സുകൾക്കും ഇന്നൊരു ഡിജിറ്റൽ വേരിയൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു പക്ഷേ നിങ്ങളുടെ കസ്റ്റമറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ഷൻ ഫെസിലിറ്റിയിലാവാം, അതും അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്ന ഡാറ്റ അനലറ്റിക്സ് ടൂളുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിലാവാം. ഇങ്ങനെ ഏത് മേഖലയിലും ഇന്ന് ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ സാധ്യതകൾ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കാലമാണ്. ഇത്തരം മേഖലകളിലെല്ലാം ഒരുപാട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകളും ഒരു പക്ഷേ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ കീഴിലുണ്ടാവും, അല്ലെങ്കിൽ ഇന്ത്യയിൽ ടോട്ടലായിട്ടുണ്ട് ഒരുപാട് കമ്പനികളുണ്ട്. ഇനി ഈ മേഖലയിൽ എനിക്ക് തോന്നുന്നു ദുബായ് കൂടുതലും അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മോഡൽ, എനിക്ക് വ്യക്തമായിട്ട് ദുബായ് മാർക്കറ്റിനെ കുറിച്ച് അറിയില്ല, ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നു സിലിക്കൺ വാലിയേക്കാൾ കൂടുതൽ നമുക്ക് ഇന്ന് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ ചൈന മോഡലാണ്.
ചൈനയിലാണ് ഒരു മാസ് സ്കെയിലിൽ ടെക്നോളജി എങ്ങനെ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതും അത് പീപ്പിൾ സെൻട്രിക് ആയിട്ടുള്ള ടെക്നോളജികൾ എങ്ങനെ കൊണ്ടുവരിക എന്നുള്ളത്. ഇപ്പോൾ ഒരു ഇപ്പോഴും ഫിനാൻഷ്യൽ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഫിൻടെക് കമ്പനികൾക്ക് ബെസ്റ്റ് മോഡലുകൾ ഉള്ളത് ചൈനയിലാണെന്ന് പറയുന്നുണ്ട്. പേയ്മെൻറ്റ് സിസ്റ്റംസിലാണെന്നുണ്ടെങ്കിലും ചൈനയിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ടെക്നോളജിയുടെ അഡോപ്ഷനാണ് ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ മുൻപത്തെ ഏത് റവല്യൂഷനിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. കാരണം മുൻപ് റവല്യൂഷൻസ് എല്ലാം നടന്ന സമയത്ത് ആളുകൾക്ക് മാറി നിൽക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മാറി നിൽക്കാനുള്ള അവന്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആരെയാണ് എപ്പോഴാണ് ഡിസ്റപ്റ്റ് ചെയ്യുന്നത് എന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ നമ്മുടെ കൺവെൻഷണൽ കരിയേഴ്സ് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അങ്ങനെയൊക്കെ പറയുന്ന നമ്മുടെ ഒരു ട്രഡീഷണലി വളരെ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള കരിയേഴ്സ് ഉണ്ട്. ഇപ്പോൾ മലബാറിലെ ഒരു മെയിൻ ട്രെൻഡാണ് ഗൾഫിലൊക്കെ പോയി കുറച്ച് കാശെല്ലാം ഉണ്ടാക്കുന്ന രക്ഷിതാക്കൾ ഒന്നെങ്കിൽ മക്കളെ എൻട്രൻസ് കോച്ചിങ്ങിന് വിട്ട് പഠിപ്പിക്കും, കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ NRI സീറ്റിൽ പൈസ കൊടുത്തിട്ടായാലും 1 കോടി രൂപയെല്ലാം കൊടുത്തിട്ടായാലും MBBS പഠിപ്പിക്കും. ഒന്ന് പ്രസ്റ്റീജാണ്, രണ്ടാമത്തേത് കുട്ടിക്കൊരു സ്റ്റേബിൾ ജോബ് അത് ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ മെഡിക്കൽ മേഖലയിൽ ഒട്ടനവധി, അതായത് ഡോക്ടർ ചെയ്യുന്നത് 3 സർവീസുകളാണ് മെയിനായിട്ട് വരിക. ഒന്ന് രോഗം ഡയഗ്നോസ് ചെയ്യുന്നത്, 2 രോഗത്തിന് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, 3ാമതായിട്ട് സർജറി ചെയ്യുക എന്നുള്ളത്. ഈ 3 കാര്യങ്ങളും ഇന്ന് മനുഷ്യനേക്കാൾ എഫക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റംസ് ഇന്ന് അവൈലബിൾ ആണ്. കാരണം ഒരു ഹ്യൂമൻ ഡോക്ടർ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് ആ രോഗിയിൽ പ്രകടമായിട്ടുള്ള ഫീച്ചേഴ്സ് വെച്ചിട്ടാണ്. ആ രോഗിയുടെ ഒരു പക്ഷേ ശരീരത്തിൻ്റെ താപനിലയാവാം, അല്ലെങ്കിൽ മുഖത്തിൻ്റെ ഒരു ഫീലൊക്കെ കണ്ടിട്ടാവാം, അല്ലെങ്കിൽ ഞാൻ ഡോക്ടർ അല്ലാത്തതുകൊണ്ട് അവരെന്തെല്ലാം നോക്കുന്നതെന്ന് അറിയില്ല. ബട്ട് ദെൻ ഇങ്ങനെയുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് ഒരു ഡോക്ടർ ഒരു രോഗിയെ അനലൈസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ പുതിയ സ്റ്റാർട്ടപ്പുകൾ, അല്ലെങ്കിൽ IBM വാട്സൺ പോലെയുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകൾ ചെയ്യുന്നത് ഒരു രോഗിയുടെ ഇതുവരേക്കുമുള്ള മെഡിക്കൽ ഡാറ്റ അനലൈസ് ചെയ്യാൻ പറ്റും. ആ പ്രദേശത്തുള്ള ആളുകളുടെ മെഡിക്കൽ ഡാറ്റ മുഴുവൻ അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വെറുതെ ഗൂഗിളിൽ സ്നീസിങ്, അല്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സ്നീസ് ചെയ്യുന്നുണ്ടെന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഈസ് ഗെറ്റിംഗ് എ പാറ്റേൺ. നിങ്ങൾ മാത്രമല്ല, ആ പ്രദേശത്ത് നിന്ന് ഒരുപാട് പേര് അതേ സെർച്ചിങ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രദേശത്ത് ഒരു പുതിയ സാംക്രമിക രോഗം വന്നിട്ടുണ്ട് എന്ന് ഗൂഗിളിന് ഇൻഫർമേഷൻ കിട്ടുകയാണ്. ദേ ക്യാൻ അലേർട്ട് ദ ഗവൺമെൻറ് അതോറിറ്റീസ്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിൽ. പക്ഷെ ഞാൻ പറയുന്നത് ഇത്തരത്തിൽ രോഗങ്ങളുടെ ലക്ഷണങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നതിൽ മനുഷ്യനേക്കാളും എഫക്റ്റീവായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റംസ് അല്ലെങ്കിൽ അനലിറ്റിക്കൽ ടൂളുകൾ ഇന്ന് അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു മെഡിക്കൽ മേഖലൻ്റെ എക്സാമ്പിളാണ് പറഞ്ഞത്. നമ്മൾ ജസ്റ്റ് സീ ദ എക്സാമ്പിൾ ഓഫ് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി. എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി നോക്കിയിട്ടുണ്ടോ? ഇൻഡസ്ട്രിയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം റെവല്യൂഷന് വിധേയമായിട്ടുള്ളത്. ഒരു സോഷ്യലിസ്റ്റ് പെർസ്പെക്റ്റീവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റലിസം ഏറ്റവും കൂടുതൽ സോഷ്യലൈസ് ചെയ്ത ഒരു മേഖല എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയാണ്. കാരണം ഒരു നൂറ്റാണ്ട് മുൻപ് വരേക്കും സമ്പന്നർക്ക് മാത്രം അവൈലബിൾ ആയിരുന്ന എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ന് വിരൽ തുമ്പിൽ ഇഷ്ടമുള്ള വിനോദം എല്ലാവർക്കും ലഭ്യമാകുന്ന ഒരു കാലം ഇന്ന് എത്തിയിട്ടുണ്ട്. അതിന് യൂട്യൂബോ ഫേസ്ബുക്കോ മറ്റുള്ള കാരണങ്ങളായിരിക്കും. നമ്മൾ ഇതിന് പകരം കൊടുക്കുന്നത് എന്തെന്നുള്ള കാര്യം ഡിഫറൻസ് ഉണ്ട്. ബട്ട് ദെൻ അതിലൊരു ഡിമോണറ്റൈസേഷൻ സംഭവിച്ചിട്ടുണ്ട്. അതായത് എല്ലാവർക്കും അവൈലബിൾ ആകുന്ന ടെക്നോളജികളുടെ ഒരു ഒപ്റ്റിമം ലെവൽ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഇത് ആദ്യഘട്ടത്തിൽ ലഭിക്കുന്നത് വളരെ ചെറിയ വിഭാഗം ആളുകളാണ് എന്നുണ്ടെങ്കിലും പിന്നീട് അതിൻ്റെ തന്നെ ബിസിനസ് ഇൻട്രസ്റ്റുകൾ അതിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് കാരണമാവും. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇന്ന് വിനോദം ലഭ്യമാകുന്നുണ്ട്. ഇനി പഠനമാണെങ്കിൽ എഡ്യൂക്കേഷൻ, ഞാൻ ഒരു കമ്പനിയുടെ ആളാണ്, ഞാൻ പറയാൻ പാടില്ലാത്തതാണ്. ബട്ട് സ്റ്റിൽ ഇന്ന് സ്വന്തമായിട്ട് പഠിക്കാൻ വ്യക്തമായ ഒരു വിഷനുള്ള ആളുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് 1 കോടി രൂപ കൊടുത്താൽ കിട്ടുന്ന കോഴ്സ് പോലും യൂട്യൂബിലും ഗൂഗിളിലും ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ദ ഒൺലി തിങ് ഈസ് ആളുകൾക്ക് എന്തില്ല, ഈ സ്വന്തമായിട്ട് പഠിക്കാനുള്ള എബിലിറ്റി ഇല്ല. അതുള്ളിടത്തോളം കാലം സ്വാഭാവികമായിട്ടും ഞങ്ങളെപ്പോലെയുള്ള കമ്പനികൾക്ക് മാർക്കറ്റ് ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ, ബാങ്കിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ആയിക്കോട്ടെ, ഏത് മേഖലയിൽ സമസ്ത മേഖലകളിലും ടെക്നോളജിയുടെ അഡോപ്ഷൻ വൈഡായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലത്ത് നമ്മുടെ ബിസിനസ്സുകളെ എങ്ങനെ ഇന്നോവേറ്റ് ചെയ്യാന്നുള്ള ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സിമ്പിളായിട്ട് നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതായത് ഡിജിറ്റൈസേഷൻ അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ വൽക്കരണം എല്ലാ ബിസിനസ്സുകൾക്കും ഇന്ന് വളരെ അത്യന്താപേക്ഷിതമാണ്. ഒരു വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള റവന്യൂ വരുന്ന ബിസിനസ്സുകൾക്ക് പോലും. കാരണം എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ ഒരുപാട് ബിടെക്കാർക്ക് പണിയില്ലാണ്ടിരിക്കുന്നുണ്ട്. അവരുടെ മേജർ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ബിസിനസ്സുകളെ ഡിസ്റപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. കാരണം ഒരു തമാശയാണ്, സിവിൽ സർവീസസ് പരീക്ഷയുടെ, ബാങ്ക് PO പരീക്ഷയുടെ ഒക്കെ റിസൾട്ട് എടുത്ത് നോക്കുക. ഒരു 50% മുകളിൽ ആളുകളും ഇതിൽ എഞ്ചിനീയർമാരായിരിക്കും. ഈ പരീക്ഷകൾക്ക് മത്സരിക്കുന്നത് 50% ആളുകളും എഞ്ചിനീയർമാരായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എഞ്ചിനീയർമാർക്ക് ഇന്ന് നാട്ടിൽ പഠിച്ച മേഖലയിൽ ജോലിയൊന്നും കിട്ടാറില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും?
സ്വാഭാവികമായിട്ടും ഈ ഗവൺമെൻറ് ജോബുകളിലേക്ക് മറ്റുമൊക്കെ മത്സരിക്കും. അതിൽ തന്നെയും കുറച്ചും കൂടെ എന്താ പറയുക, അവരുടെയൊക്കെ വീട്ടുകാരുടെ ഭാഷയിൽ കുറച്ച് ഭ്രാന്തുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും കമ്പനികൾ ഉണ്ടാക്കാൻ ഇറങ്ങും. കമ്പനികൾ ഉണ്ടാക്കുമ്പോൾ, ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കുമ്പോൾ പൊതുവിൽ നേരത്തെ പറഞ്ഞല്ലോ, സ്റ്റാർട്ടപ്പുകൾക്ക് ഇമോഷണൽ ബാഗേജുകളൊന്നുമില്ല. എക്സിസ്റ്റിംഗ് സിസ്റ്റത്തെ റെസ്പെക്ട് ചെയ്യണം, അതിങ്ങനെ പോകാൻ പാടുമൊന്നുമില്ല. ലൈക്ക് ദേ ആർ ഫൈൻഡിങ് ഒരു ഡെഡ് ലോക്ക്, അല്ലെങ്കിൽ ഒരു പെയിൻ പോയിന്റ് കണ്ടെത്തുകയാണ്. ആ പെയിൻ പോയിന്റിനെ അഡ്രസ്സ് ചെയ്തിട്ട് അതിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ ബിൽഡ് ചെയ്യാണ്. അപ്പോൾ മിക്ക കമ്പനികൾക്കും പണ്ട് കമ്പനികൾക്ക് ഉണ്ടായിരുന്ന ഒരു കോമൺ, പല ടൈപ്പ് കമ്പനികളുണ്ട് കേട്ടോ. എനിക്ക് കമ്പനികളെ പറ്റി ഞാൻ മൊത്തൊരു വിശകലനം നടത്തുകയല്ല, ബട്ട് ദെൻ പല കമ്പനികളും ഈ ലാക്ക് ഓഫ് ഇൻഫോർമേഷൻ ഒരു ബിസിനസ്സായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറ്റേ മാർക്കറ്റിലെ ഒരു കോഴിക്കോട് മാർക്കറ്റിലെ വില നിലവാരം അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ മലപ്പുറം മാർക്കറ്റിൽ നമുക്ക് ആ ഒരു ലാക്ക് ഓഫ് ഇൻഫോർമേഷനെ മൊണറ്റൈസ് ചെയ്തിട്ടുള്ള ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു. ഇന്ന് ഇന്റർനെറ്റിന്റെ ഒരു ആവിർഭാവത്തോടു കൂടി നമുക്ക് അതിനൊരു സാധ്യം അല്ലാതിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം സറൗണ്ട് ചെയ്തിട്ട് എനിക്കൊന്ന് ഐഡിയയുടെ ഒരു പരസ്യം ഉണ്ടായിരുന്നു മുൻപേ. കസ്റ്റമറിന് ഒരു പ്രൈസ് പറയുന്ന സമയത്ത് അത് ഗൂഗിൾ ചെയ്തിട്ട് ഇത്ര പ്രൈസ് ഇതിനില്ലല്ലോ എന്ന് പറയുന്നത്. ഒട്ടുമിക്ക ഷോപ്പുകളിലും മൊബൈൽ ഫോണൊക്കെ വാങ്ങുന്ന സമയത്ത് കസ്റ്റമേഴ്സ് വില പേശാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്, നോണിൽ ഇത്ര കൊടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ഈ മാറ്റം, അതായത് ഈ അവയർനെസ് ലെവലിൽ വന്നിട്ടുള്ള മാറ്റം, അതിൻ്റെ ഒരു ജനകീയവൽക്കരണം, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്തിരുന്ന ബിസിനസ്സുകൾക്ക് പുതിയ ബിസിനസ് മോഡലുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരു കാര്യമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ബിസിനസ്സുകൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ഭാഗവും, ഒരു ബിസിനസ്സിൻ്റെ എല്ലാ ഭാഗവും സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എൻഡ് ടു എൻഡ് സൊല്യൂഷൻ എന്നൊക്കെ പറയുന്ന പോലെ എല്ലാ പാർട്ടും കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഇന്ന് മിക്ക ബിസിനസ്സുകളും ട്രൈ ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ നോക്കിയാൽ മതി, ആപ്പിൾ പോലെയുള്ള വലിയ കമ്പനികൾ പോലും ഫോണിൻ്റെ ഡിസൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഔട്ട്സോഴ്സ് ചെയ്യുന്നതാണ്. നിർമ്മാണമൊന്നും ആപ്പിളല്ല ചെയ്യുന്നത്, ഫോക്സ്കോൺ ആണ് ആപ്പിളിന് വേണ്ടി ചെയ്യുന്നത്. ഇന്ന് മിക്ക ആളുകൾക്കും പറ്റുന്നൊരു പ്രശ്നമാണത്. അതായത് എനിക്ക് അറിയുന്ന ഒരു ഓണ്ടർപ്രണർ ഉണ്ട്. പുള്ളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബിസിനസ്സിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു നോട്ടീസ് പോലും പുള്ളി തന്നെ ഡിസൈൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളാണ്. അപ്പോൾ ഇവിടെ കുഴപ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളാരും ഒരു സൂപ്പർ ഹ്യൂമൻസ് അല്ല, നമുക്കൊക്കെ എബിലിറ്റി ഉള്ള ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഡൊമൈനിലേക്ക് ലിമിറ്റ് ചെയ്തിട്ട് മറ്റുള്ള കാര്യങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യുക എന്നുള്ളത് ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കാര്യം ചെയ്യാതിരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബിസിനസ്സിൽ ഇന്നോവേഷൻ കുറയും. കാരണം നമ്മളടുത്ത് നിന്ന് വന്നിട്ട് തന്നെ വേണം എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. കാരണം നമുക്ക് ഒരുപാട് സർവീസ് ബേസ്ഡ് കമ്പനികളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സർവീസ് ഓട്ടോമേഷൻ കമ്പനികളുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഡൊമൈനിൽ, നമ്മുടെ എക്സ്പെർട്ടൈസിൽ ലിമിറ്റഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യാന്നുള്ളതാണ്. ഈവൻ ഒരു സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുന്നത് പോലും നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ അൽഗോരിതം എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പഠിച്ചിട്ട് ഒരു പോസ്റ്റ് ബൂസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതിനേക്കാൾ വളരെ നല്ലതാണ് സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യാൻ ഒരു എക്സ്റ്റേണൽ അതോറിറ്റിക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരു ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ ആണ് ഞാൻ പറയാൻ വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിലും, ഞാൻ കോമൺ ആയിട്ട് ഇന്ന് എക്കണോമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എംപ്ലോയീസ് വെൽഫെയറിനെ കുറിച്ചാണ്. ഇപ്പോൾ മിക്ക കമ്പനികളിലും അപ്ഡേറ്റഡ് അല്ലാത്ത എംപ്ലോയീസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെക്നോളജിയുടെ ഡിമാൻഡ് അനുസരിച്ചിട്ട് അപ്ഡേറ്റ് ആവാത്ത എംപ്ലോയികൾ ഉണ്ടാവും. എനിക്കൊന്ന് കോർപ്പറേറ്റ് കമ്പനികൾക്ക് അതിൻ്റേതായിട്ടുള്ള സിസ്റ്റംസ് ഉണ്ടാവും, എംപ്ലോയീസിൻ്റെ സ്കിൽ അപ്ഗ്രഡേഷനും മറ്റുമെല്ലാം വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ഒരു ലേണിംഗ് സിസ്റ്റം എംപ്ലോയീസിന് വേണ്ടി ഉണ്ടാക്കുന്നത് എക്സിസ്റ്റിംഗ് ബിസിനസ്സുകളെ ഒരുപാട് ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി ഞാൻ ഒരു ഫാസ്റ്റ് പേസിൽ ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, അതിൻ്റെ കറൻറ്റ് മാർക്കറ്റ് ഇമ്പാക്റ്റും അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഒന്നിച്ചങ്ങ് പറഞ്ഞു പോയതാണ്. ഐ വുഡ് ലൈക്ക് ടു ഹാവ് സം ക്വസ്റ്റ്യൻസ് ഫ്രം യു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, സോ ദാറ്റ് ഐ ക്യാൻ ആൻസർ ഇറ്റ്. എനിക്ക് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, ബട്ട് ദെൻ ഐ ട്രൈ ടു. ഓക്കെ, ദെൻ In fact, it is really interesting. ഞാൻ ചോദിക്കുന്നത്, the last point what you said, ഈ ഫോർത്ത് ജനറേഷനിൽ പോകുന്ന ബിസിനസ്, ഞാനൊരു 25 വർഷം ബിസിനസ് ചെയ്യുന്ന ആളാണ്. എൻ്റെ കൂടെ 20 വർഷം 22 വർഷമുള്ള ജോലിക്കാർ, ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ടെക്നോളജിയിൽ അവർ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷെ നമ്മളെപ്പോഴും അതിനെ ബാലൻസ് ചെയ്ത് നോക്കൂ. അതായത് മോഡേണൈസ്ഡ് എംപ്ലോയീസും ട്രഡീഷണൽ എംപ്ലോയീസും എങ്ങനെ അവർ കോംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പറഞ്ഞതിൽ എന്താണ് വാട്ട് യു അഡ്വൈസ് ഇൻ എ സിറ്റുവേഷൻ ടു മേക്ക് ഇറ്റ് ദ മോഡേണൈസ്ഡ്? അതിപ്പോൾ നമ്മൾ പൊതുവേ നമ്മൾ പറയും ട്രെയിനിങ് കൊടുക്കണം, എഡ്യൂക്കേറ്റ് ചെയ്യണം എന്നൊക്കെ പറയും.
Is it that is the only solution or any other solution is there? This is a very personal question, but it may help many of you. I think you're all here long time people, right? നമുക്ക് പൊതുവേ ഇമോഷണലായിട്ട് കുറേ എംപ്ലോയീസ് ഉണ്ട്. ആ എംപ്ലോയീസ് എല്ലാം തന്നെ നമ്മൾ വളരെ ഡിയർ ആണ്. കാരണം നമ്മൾ വളർന്ന പോലെ തന്നെ അവരും നമ്മളെ കൂടെ വളർന്നു വന്നവരാണ്. സോ ഐ വോണ്ട് യുവർ ഒപ്പീനിയൻ. ഇതിൽ ഞാൻ കുറച്ചൊരു ഔട്ട് ഓഫ് ദ ബോക്സ് ഐഡിയ പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ അല്ലേ? ഓക്കെ, സി ഇവിടെ നേരത്തെ പറഞ്ഞൊരു ഇമോഷണൽ ബാഗേജിൻ്റെ ഇഷ്യൂ ആണ്. അതായത് എൻ്റെ കൂടെ 20 വർഷമായിട്ടുള്ള ആൾ എന്ന് പറയുന്ന ആ ഒരു ഇഷ്യൂ ആണ്. അതായത് അവർ അപ്ഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വൈ കാൺ യു ഗീവ് ഇസോപ്സ് ടു ദം, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻസ്, സോ ദാറ്റ് കമ്പനി വളരുമ്പോൾ കമ്പനിയുടെ ബെനിഫിറ്റ്സിൻ്റെ ഒരു ഭാഗമായിട്ട് അവർക്ക് മാറാൻ പറ്റും. അതേസമയം അവരുടെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കിയിട്ട് അവർക്ക് സൈഡിലേക്ക് മാറി നിൽക്കുന്നതിന് അവരും കൂടെ തയ്യാറാവും. കാരണം ഞാൻ മാറി നിന്നാൽ കമ്പനി വളരും എന്നുണ്ടെങ്കിൽ ആ വളർച്ച നേടിയാൽ എനിക്കും ബെനിഫിറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ Assalamu alaikum, good evening everybody. How to apply artificial intelligence in the new generation? ഓക്കെ, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു അംബ്രല്ല ടേമാണ്. അത് നമ്മളെ പല ആളുകളും അതിനെ മിസ്റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ സിനിമകൾ ഉണ്ടാക്കിയ വലിയൊരു ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊല്ലാൻ വരുന്ന റോബോട്ടാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള ഒരു ഫീല് ഈ എന്തിരൻ പോലെയുള്ള സിനിമകളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളൊന്നുണ്ട്. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന കാൽക്കുലേറ്റർ പോലും ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മെഷീനാണ്. അതായത് മനുഷ്യൻ ഒരു കാലത്ത് ബുദ്ധി കൊണ്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ യന്ത്രങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതെല്ലാം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പരിധിയിൽ വരും. അതിൻ്റെ ഒരു സോഫിസ്റ്റിക്കേറ്റഡ് വേർഷനാണ് നമുക്കിന്ന് ഫ്രണ്ട്സിനെ റെക്കമെൻഡ് ചെയ്യുന്ന ഫേസ്ബുക്ക്, അല്ലെങ്കിൽ നമ്മളുടെ ഷോപ്പിംഗ് പാറ്റേണുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള വസ്തുക്കൾ റെക്കമെൻഡ് ചെയ്യുന്ന ആമസോണ്, 2 വാക്കടിക്കുമ്പോഴേക്കും ഇതല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചെന്ന് പറയുന്ന ഗൂഗിളെല്ലാം അതിൻ്റെ ഒരു സോഫിസ്റ്റിക്കേറ്റഡ് വേർഷനാണ്. അപ്പോൾ ഇത് നേരത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു ജനറൽ പേർപ്പസ് ടെക്നോളജിയാണ്. ഈ ടെക്നോളജി ബേസിക്കലി പാറ്റേൺസ് റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏത് മേഖലയിലുള്ള പാറ്റേണുകൾ റെക്കഗ്നൈസ് ചെയ്തും സൊല്യൂഷൻസ് ബിൽഡ് ചെയ്യാം. ഞാൻ നേരത്തെ ഒരു ഡോക്ടറുടെ പെർസ്പെക്റ്റീവിൽ പറഞ്ഞു. ഇനി ഇതേപോലെയുള്ള പെർസ്പെക്റ്റീവ് ജസ്റ്റ് ഒരു ടെക്സ്റ്റൈൽസിൻ്റെ എക്സാമ്പിൾ വേണമെന്നുണ്ടെങ്കിൽ ഇമാജിൻ ചെയ്യാം. ഇപ്പോൾ ടെക്സ്റ്റൈൽസിൽ സ്ഥിരമായിട്ട് എനിക്ക് ഇവിടുത്തെ ടെക്സ്റ്റൈൽസിനെ കുറിച്ച് അത്ര അറിയില്ല, നാട്ടിലെ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. നാട്ടിൽ ഒട്ടുമിക്ക ടെക്സ്റ്റൈലുകൾ ലോയൽറ്റി കാർഡുകൾ കൊടുക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് ലോയൽറ്റി കാർഡുകൾ കൊടുക്കുന്നുണ്ട്. മിക്ക ടെക്സ്റ്റൈലുകൾ നോക്കുന്നത് പർച്ചേസ് വോളിയം മാത്രമാണ്. വൈ കാൺ ദേ ഡു ലൈക്ക് ആ പർച്ചേസ് വോളിയത്തിൻ്റെ കൂടെ അവരെടുക്കുന്ന ഡ്രസ്സ് എന്താണ്, അതിൻ്റെ അളവ് എന്താണ്, ഈ ആളുകളുടെ സോഷ്യൽ മീഡിയ പേജുമായിട്ട് ലിങ്ക് ചെയ്താൽ ഇയാളുടെ ബർത്ത്ഡേ എന്നാണ്, ഇയാളുടെ വെഡിങ് ആനിവേഴ്സറി എന്നാണ്, ഇങ്ങനത്തെ അഡീഷണൽ ഇൻഫർമേഷനും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇയാളുടെ ബൈയിങ് പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇയാൾ എന്തെല്ലാം ഇവൻറ്റ് വരുമ്പോഴാണ് പർച്ചേസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇയാളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടുള്ള ഒരു വസ്ത്രം വന്നു കഴിഞ്ഞാൽ വി ക്യാൻ ഇൻറ്റിമേറ്റ് ഹിം, ലൈക്ക് ഇൻഫോം ഹിം, ഇങ്ങനത്തെ ഒരു സ്റ്റോക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ആൾ കുറവുള്ള നേരമാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഓഫറുള്ള നേരമാണ്, യു ക്യാൻ കം. അപ്പോൾ ഇത്തരത്തിലുള്ള എന്താ പറയുക സാധ്യതകളെ ലിവറേജ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ബിസിനസ്സുകളുണ്ട്. കാരണം ഫണ്ടമെൻ്റലി എല്ലാ ബിസിനസ്സിലും ഒരു സം കൈൻഡ് ഓഫ് ഡാറ്റ ഈസ് ദെയർ. ആസ് എ ബിസിനസ്മാൻ നമ്മളെല്ലാവരും ചെയ്യുന്നത് എന്താ, ഡാറ്റ വെച്ചിട്ട് ട്രെൻഡ് പ്രെഡിക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു വൈറ്റ് കോളർ ബിസിനസ് ചെയ്യുന്ന എല്ലാവരും ചെയ്യുന്നത് ഡാറ്റ വെച്ചിട്ട് ട്രെൻഡ് പ്രെഡിക്റ്റ് ചെയ്യണം. ഈ വിഷയത്തിൽ നമ്മളെക്കാൾ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യുന്ന ടെക്നോളജിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അത്രേ മാറ്റമുള്ളൂ. Assalamu alaikum. Yeah, Umar, I have a question about same topic of artificial intelligence. How do you see the impact of artificial intelligence on human creativity? Is it going to make us more lazy, less creative, or how will it, enhance our creativity? ഈ ക്രിയേറ്റിവിറ്റി എന്നുള്ള ഒരു ഡൊമൈന് ഒരു കാലം മുൻപ് വരെ വിചാരിച്ചിരുന്നത് മനുഷ്യന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. കാരണം ഈവൻ എന്താ പറയുക, സ്നേഹമാണെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കുന്ന കാര്യം യന്ത്രത്തിന് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു ഇമാജിനേഷന് വേണ്ടി പറയാണ്, ഇതിനെല്ലാം റോബോട്ടുകളെല്ലാം പ്രവർത്തിക്കാൻ കറണ്ട് വേണമല്ലോ. അപ്പോൾ നിൻ്റെ പവർ ഇപ്പോൾ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞൊരു റോബോട്ടിനെ പേടിപ്പിച്ചാൽ റോബോട്ട് നന്നാവോ? നല്ല നിലയിൽ ബിഹേവ് ചെയ്യാന്ന് പറയുമോ? ഇനി നിങ്ങൾ കറണ്ട് കട്ട് ചെയ്യാത്തതിന് റോബോട്ട് വന്ന് നിങ്ങളെ കെട്ടിപ്പിടിക്കുമോ സ്നേഹത്തോട് കൂടിയിട്ട്? അത് ചെയ്യില്ല. ഇത് ഇമോഷൻ എന്നുള്ള ഒരു സാധനം. അപ്പോൾ ഇമോഷനും ക്രിയേറ്റിവിറ്റിയും ഒക്കെ മനുഷ്യൻ്റെ മാത്രം ഒരു ഫോട്ടോയാണെന്ന് പറയാറുണ്ട്. പക്ഷേ റീസെൻ്റ്ലി നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ ആർട്ടുകളുടെ കാലമാണ്.
അതുപോലെ സ്വന്തമായിട്ട് പാട്ട് കമ്പോസ് ചെയ്യുന്ന AI ഉണ്ട്, അതുപോലെ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതുന്ന AI ഉണ്ട്. കാരണം ഒരുപാട് സിനിമകൾ ഫീഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏത് കൈൻഡ് ഓഫ് ജോണറാണ് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാവുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ജോണറിൽ സ്ക്രിപ്റ്റ് ചെയ്യാൻ കഴിയുന്ന AI ഉണ്ട്. ഇവൻ ഒരു ലൈഫ് 3.0 എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്, 2017 ഇറങ്ങിയൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ ഓഥർ പറയുന്നത് ഒരു ഫ്യൂച്ചറിനെ കുറിച്ചാണ്. ഒരു ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ്, ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ട് 2 സ്റ്റേജും കൂടെ ഉണ്ട്. ഇപ്പം നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഓട്ടോണമസ് കാറ് വരെയൊക്കെയുള്ള ഭാഗം ആർട്ടിഫിഷ്യൽ നാരോ ഇൻ്റലിജൻസ് ആണ്, അതായത് ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നത്. അതേസമയം ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് ഉണ്ട്, മനുഷ്യന് സമാനമായിട്ടുള്ള ബുദ്ധിയുള്ള ഒരു സിസ്റ്റംസ്. അതിലേക്ക് മനുഷ്യൻ ഇപ്പോഴും എത്തിയിട്ടില്ല, അടുത്ത കാലത്ത് എത്തുമെന്ന് അറിയുകയും ചെയ്യില്ല. പക്ഷേ ആ ഒരു സ്റ്റേജിൽ ഒരു കമ്പനി എത്തുകയും പിന്നെ ആ കമ്പനി നമ്മളെ എല്ലാവരുടെയും സൈക്കെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ചിന്തകളെ നിയന്ത്രിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ സിസ്റ്റം തന്നെ സ്വന്തമായിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു, സ്വന്തമായിട്ട് കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മുടെ ഒപ്പീനിയൻസിനെ കൺട്രോൾ ചെയ്യുന്നതിനെ കുറിച്ച് ഒരു കൈൻഡ് ഓഫ് സയൻസ് ഫിക്ഷൻ പുസ്തകമാണ്. ഇപ്പോൾ പറഞ്ഞ ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റിയും സം എക്സ്റ്റെൻറ്റ് വരേക്കും യന്ത്രങ്ങൾക്ക് സിമുലേറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന് ആൾറെഡി അത് സിമുലേറ്റ് ചെയ്യുന്നതുണ്ട് യന്ത്രങ്ങളുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിൽ ഇപ്പോൾ ആൾറെഡി നിങ്ങൾക്ക് പാട്ടുകളൊക്കെ ഓട്ടോ സിങ്ക് ചെയ്യുന്ന, ഓട്ടോ ട്യൂൺ ചെയ്യുന്ന സോഫ്റ്റ്വെയറുകൾ ആൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ അത്യാവശ്യം മോശമായിട്ട് പാട്ട് പാടുന്ന ആളുകൾക്ക് വരെ നല്ല നിലയ്ക്ക് പാട്ട് പാടാൻ പറ്റുന്ന സോഫ്റ്റ്വെയറുകൾ. അപ്പോൾ ഡെഫിനറ്റ്ലി എല്ലാ എക്കോണമിയിലും, ഒരു ക്രിയേറ്റീവ് എക്കോണമിയിൽ പോലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ബട്ട് ദിസ് ഡസൻ മീൻ ദാറ്റ് നമ്മുടെ ജീവിതം ഇനി മോശമാവുന്നൊന്നുമല്ല. നമ്മളെ ഒരു അതിശയോക്തി പറയാമെന്ന് കരുതരുത്. നമ്മളിന്ന് ജീവിക്കുന്നത് നമ്മളെ ചരിത്രത്തിൽ വെച്ച് തന്നെ ഏറ്റവും ബെസ്റ്റ് ഓഫ് ദ ടൈംസിലാണ്. ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 വർഷം മുൻപ് സ്പാനിഷ് ഫ്ലൂ വന്നത് എല്ലാവർക്കും അറിയാം. അന്ന് വാട്സപ്പ് ഇല്ല, അന്ന് സൂം ഇല്ല, അന്ന് നമ്മളിന്ന് ഈ കാണുന്ന ഒരു ടെക്നോളജിയും ഇല്ല. എങ്ങനെയായിരിക്കും ആളുകൾ സമയം ചെലവഴിച്ചിട്ടുണ്ടാവുക? ജസ്റ്റ് ഇമാജിൻ. നമുക്ക് ഇന്ന് വീട്ടിൽ വെറുതെ ഇരുന്നാൽ പോലും സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടൂളുകളും ഗാഡ്ജറ്റ്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ഡിഫറൻസ് ആണ് ഈ ടെക്നോളജികൾ നമുക്ക് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പോഴും ജോലി ഇല്ലാണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, ശരിയാണ്. പക്ഷേ ജോലി നിർബന്ധമാവണമെന്നില്ല ഇനിയുള്ള കാലത്ത്. അപ്പോൾ ഈ മാറ്റങ്ങൾ നല്ലതിനാവാം. കാരണം മനുഷ്യൻ്റെ ബേസിക്, ഞാനൊക്കെ മനസ്സിലാക്കുന്നത് മനുഷ്യൻ്റെ ബേസിക് പണി എന്ന് പറയുന്നത് രാവിലെ എണീറ്റ് ജോലിക്ക് പോവുക, വൈകുന്നേരം വന്ന് തിരിച്ചു വരിക, അല്ലെങ്കിൽ കാലാകാലവും ഇങ്ങനത്തെ ഒരു റുട്ടീൻ ലൈഫിൻ്റെ ഭാഗമാവുക എന്നുള്ളതല്ല. മനുഷ്യൻ്റെ ഒരു കോർ വാല്യൂ എന്ന് പറയുന്നത് സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക എന്നൊക്കെയുള്ള കാര്യമാണ്. അപ്പോൾ അതിന് കുറച്ചും കൂടെ സമയം കിട്ടുന്ന ഒരു ഭാവി ആയിരിക്കും ഒരു പക്ഷേ ഇനി വരാനിരിക്കുന്നത് എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നമുക്കിനി 2 സെഷനും കൂടി ബാക്കിയുണ്ട്. Q&A സെഷൻ ഉണ്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ, പിന്നെ 4 സ്റ്റാർട്ടപ്സിൻ്റെ ഷോക്കേസും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ 2 ചോദ്യത്തോടു കൂടി നമുക്ക് ഈ Q&A സെഷൻ അവസാനിപ്പിച്ചൂടെ? ഇഫ് യു ആർ ഓക്കെ വി ക്യാൻ ഗിവ് ഹിം സം മോർ ടൈം. ഓക്കെ സോ ഷി ആസ്ക് യു ക്യാൻ. ഉമർ, ഈ അഡ്വാൻറ്റേജസ് ഒക്കെ പറയുമ്പോൾ ഇതിൻ്റെ ഒരു മറുവശം ഉണ്ടല്ലോ, നമ്മളെ പ്രൈവസി. അത് എങ്ങനെയാണ് നമ്മൾ ഫേസ് ചെയ്യുക, നമ്മൾ പ്രൈവസി നഷ്ടപ്പെടുന്നത്? ഈ പ്രൈവസിയുടെ പുതിയ ഡെഫിനിഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പണ്ട് നമ്മൾ വളരെ പ്രൈവറ്റ് ആയിട്ട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇന്ന് പബ്ലിക്കലി അനൗൺസ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ളൊരു കാലമാണ്. ഇപ്പോൾ പ്രൈവസിയിൽ തന്നെ ഇപ്പോൾ നിങ്ങളുടെ മെഡിക്കൽ ഡാറ്റ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ, നിങ്ങളുടെ മെഡിക്കൽ ഡാറ്റ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളെക്കാൾ ഉപകാരപ്രദമായിരിക്കും. ഇപ്പം നിങ്ങളുടെ ജനറ്റിക് ഡാറ്റ നിങ്ങൾക്ക് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള രോഗങ്ങളെ മുൻകൂട്ടി കാണുന്നതിന് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. നിങ്ങളുടെ മക്കൾക്ക് കിട്ടാൻ സാധ്യതയുള്ള രോഗങ്ങളെ മുൻകൂട്ടി കാണുന്നതിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ വളരെ പേഴ്സണലായിട്ട് കാണുന്ന ഈ മെഡിക്കൽ ഡാറ്റ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ ബെനിഫിറ്റഡ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇനി രണ്ടാമത്തേത്, അതിന് നമ്മുടെ ചൈനയിൽ തന്നെ ഒരു മോഡലുണ്ട്, എനിക്കതിൻ്റെ കറക്റ്റ് എക്സാക്ട് നെയിം ഓർമ്മ വരുന്നില്ല. ബേസിക്കലി ഒരു സോഷ്യൽ സ്കോർ നൽകുകയാണ്, സോഷ്യൽ ക്രെഡിറ്റ്. ബേസിക്കലി എല്ലാവർക്കും ഒരു സ്കോർ നൽകുകയാണ്. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയിൽ ആളുകൾക്ക് തമ്മിൽ ട്രസ്റ്റ് വളരെ കുറവാണ്. ബിക്കോസ് ഓഫ് നേരത്തെ പറഞ്ഞ കാര്യം, ആളുകൾ വളരെ പ്രൈവറ്റ് ആണ്. അപ്പോൾ ആളുകളെ വിശ്വസിക്കാൻ ഭയങ്കര പ്രയാസമാണ്. പക്ഷേ ഇന്ന് ചൈനയിലെ ഈ സോഷ്യൽ ക്രെഡിറ്റ് സ്കോർ ഉണ്ടാക്കുന്ന ഒരു വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് തമ്മിൽ വിശ്വസിക്കണം എന്നില്ല. ഇപ്പം ഞാനും നിങ്ങളും തമ്മിലൊരു ബിസിനസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കോർ മാത്രം നോക്കിയാൽ മതി. എനിക്ക് ദീർഘകാലത്തെ പരിചയം വേണ്ട. കാരണം എൻ്റെ ഫൈനാൻഷ്യൽ ഡാറ്റ ആണെങ്കിലോ എൻ്റെ മറ്റുള്ള കാര്യങ്ങളിൽ ഇൻറ്റഗ്രിറ്റി മാത്രം പരിശോധിച്ചാൽ മതി, അല്ലെങ്കിൽ എൻ്റെ സോഷ്യൽ ക്രെഡിറ്റ് സ്കോർ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഒരു ട്രസ്റ്റ്ലെസ് സിസ്റ്റത്തിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ
നമുക്ക് നമ്മുടെ കുറച്ച് പ്രൈവസി വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഒരു ഫർദർ ഒരു ബെറ്റർ എൻഗേജ്മെന്റിനുള്ള ഒരു പൊട്ടൻഷ്യൽ അത് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. അപ്പം നമ്മൾ മുൻപ് ധരിച്ചു വെച്ചിരുന്ന പ്രൈവസിയുടെ ആശയങ്ങൾ തീർച്ചയായിട്ടും മാറും. കാരണം ഇന്ന് നമ്മൾ പോലും അറിയാതെ നമ്മുടെ എല്ലാം ഒരുപാട് ഡാറ്റ ഒരുപാട് പ്രൈവറ്റ് കമ്പനികളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഭാവിയിൽ ഒരു PDR എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് വരുന്നുണ്ട്, പേഴ്സണൽ ഡാറ്റ റെപ്പോസിറ്ററീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയം വരുന്നുണ്ട്. അതായത് നമ്മുടെയൊക്കെ ഡാറ്റ നമ്മൾ തന്നെ ഹോൾഡ് ചെയ്യുക, അത് ബ്ലോക്ക് ചെയിൻ പോലെയുള്ള ഡാറ്റ ട്രാൻസ്മിഷൻ ടെക്നോളജികളിൽ ഹോൾഡ് ചെയ്യുക, എന്നിട്ട് നമ്മൾ അതിൻ്റെ ആക്സസ് മാത്രം ഈ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുക, അങ്ങനെയുള്ള ആശയങ്ങളെല്ലാം വരുന്നുണ്ട്. അത് കുറച്ചൊരു ഹൈ എൻഡ് ആണ്. ബട്ട് ബേസിക് ഡിസ്കഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും നന്മയുണ്ട്. അതായത് ഈ നമ്മുടെ പ്രൈവസി നഷ്ടപ്പെടുന്നതിലും നന്മയുണ്ട്, അതേസമയം അതിനെ കൊണ്ടുള്ള ദൂഷ്യഫലങ്ങളുണ്ട്. പക്ഷേ ഈ പ്രൈവസി കുറഞ്ഞതുകൊണ്ട് കാര്യമായിട്ടൊരു ഇമ്പാക്റ്റ് ആൾക്കാർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതർ ദാൻ ദ ഹൈപ്പ്, ആളുകൾ പൊതുവിൽ പറയുന്ന ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ടല്ലാതെ. ഹലോ, നമ്മുടെ നാട്ടിൽ ട്രാക്ടർ വന്നപ്പോൾ അതിനെ എതിർത്ത ഒരു സൊസൈറ്റി നമ്മുടെ നാട്ടിലുള്ളത്. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ നാട്ടിലുണ്ട്. കമ്പ്യൂട്ടർ വന്നപ്പോൾ അതിനെ ചാലഞ്ച് ചെയ്യാൻ നോക്കിയ ആളുകളാണ്. അപ്പോൾ ഇപ്പോൾ ഇലോൺ മസ്ക് മുതൽ അങ്ങ് ഒബാമ വരെ പറഞ്ഞിരിക്കുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുപോലുള്ള ഒരുപാട് ടെക്നോളജി ഡേ ബൈ ഡേ ഭയങ്കരമായിട്ട് അപ്ഡേഷൻ നടക്കുകയാണല്ലോ. അപ്പോൾ അത് ചാലഞ്ച് ചെയ്യാനുള്ള പുതിയ ലോകത്തുള്ള ആളുകൾക്ക് ചാലഞ്ചിങ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേരളത്തിലെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ എന്ത് തരത്തിലുള്ള കോഴ്സ് കൊടുക്കുക, നമുക്ക് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള കോഴ്സ് കൊടുത്താൽ അവർക്ക് ചാലഞ്ച് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ നിലവിലുള്ള നമ്മുടെ ജനറേഷനൊക്കെ ഏത് തരത്തിലാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്ന് ഒന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. ഞാൻ ഇത്രയും നേരമായിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ. ഇഡാപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേണിംഗ് ആപ്പിൻ്റെ CEO ആണ് ഞാൻ, ഫൗണ്ടർ കം CEO ആണ്. അപ്പോൾ നേരത്തെ അശോക് അവരുടെ പ്രസൻറ്റേഷനിൽ അഡോപ്റ്റ് ആൻഡ് അഡാപ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു അഡോപ്റ്റ് ആൻഡ് അഡാപ്റ്റ് പ്ലസ് ഇഡാപ്റ്റ് എന്നുള്ളത്. കാരണം ഇഡാപ്റ്റിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത് എഡ്യൂക്കേഷനെ കാലോചിതമായിട്ട് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ആശയമായിട്ടാണ് ഇഡാപ്റ്റ് എന്നുള്ളൊരു ആശയമായിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത്. അതിൻ്റെ ബേസിക് ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നവനൈപുണ്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ എഡ്യൂക്കേഷനെ ഞങ്ങൾ വളരെ ബ്രീഫായിട്ട് പറയുന്ന ഒരു ആശയം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 3 നൂറ്റാണ്ടെങ്കിലും പഴക്കമുള്ള കരിക്കുലമാണ് നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്നത്. കാരണം എന്താപ്പോൾ ഈ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് ഹിസ്റ്ററി എല്ലാം പഠിപ്പിക്കുന്നതിൻ്റെ യുക്തി എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അത് തന്നെ കാലഹരണപ്പെട്ട സിലബസ് പഠിപ്പിക്കുന്നതിൻ്റെ യുക്തി ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ പറയാം, ഏത് പുസ്തകവും നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ഏത് പുസ്തകവും പഠിപ്പിക്കുന്നത് ഹിസ്റ്ററിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടെന്നോ കഴിഞ്ഞു പോയ ടെക്നോളജിയാണ് നമ്മൾ പഠിക്കുന്നത്, പണ്ടെന്നോ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ പഠിക്കുന്നത്, പ്രസൻറ്റിനെ പഠിക്കുന്നില്ല. കാരണം നമ്മൾ ജീവിക്കുന്നതും നമ്മൾ അവസരങ്ങൾ നോക്കുന്നതും എല്ലാം പുതിയ കാലത്താണ്, അല്ലെങ്കിൽ ഈ കാലത്തെ അവസരങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ്റെ ഈ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു 2 സെഞ്ചുറിയുടെ ഗ്യാപ്പ് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഇഡാപ്റ്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് റെലവൻ്റ് ആയിക്കൊണ്ടിരിക്കുന്ന പുതിയ മേഖലകളെ പരിചയപ്പെടുത്തുക, ബേസിക്കലി 4th ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ പരിചയപ്പെടുത്തുക, ആ മേഖലയിൽ വരുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള കരിയറുകൾ കണ്ടെത്താൻ സഹായിക്കുക, ഇത്തരം ആശയങ്ങളുമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇഡാപ്റ്റ്. അപ്പോൾ ദിസ് ഈസ് അവർ സൊല്യൂഷൻ ലൈക്ക് ഈ ഒരു മേഖലയ്ക്ക് വേണ്ടുന്ന. താങ്ക് യു. ഹലോ, ഈ ചോദ്യം ഞാൻ ചോദിക്കുന്നത് ഞാനൊരു ഇപ്പോൾ ഇഡാപ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഐ റിയലി ഡോണ്ട് നോ നിങ്ങളെന്താ ചെയ്യുന്നതെന്നുള്ളത് അറിയില്ല. പക്ഷെ ഞാൻ പലപ്പോഴും എൻ്റെ 3 മക്കളെ പലപ്പോഴും പല യാത്ര ചെയ്ത് തിരിച്ചവരെ കാണുമ്പോൾ ഒരു എല്ലാ ദിവസവും ഒരു പാരൻസ് കൂടെ നിൽക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത സാഹചര്യം ഉണ്ട്. ആഴ്ചയിലോ 2 ആഴ്ചയിലോ 3 ആഴ്ചയിലോ ഒക്കെ പോയി കാണും. അപ്പോൾ ഒരു സൺഡേ ആണ് ഞാൻ അവരെ ക്യാച്ച് ചെയ്യുക, അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ ഞാൻ ഡെവലപ്പ് ചെയ്തതും ഞാൻ ചെയ്തുകൊണ്ട് അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരെ വളർത്തിക്കൊണ്ടുവന്നു. ഇത് കേട്ടോണ്ടിരുന്ന കുട്ടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് അവരോട് ഞാൻ പറയാൻ വേണ്ടി സൺഡേ തുടങ്ങുമ്പോൾ അവരോട് തുടങ്ങി എന്നുള്ളതാണ് ഉണ്ടാവുക. അത് നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ളതാണ്. ആ തുടങ്ങി എന്നുള്ള അനുഭവത്തിൽ ഞാൻ എൻ്റെ ട്രഡീഷണൽ മെത്തേഡിൽ ഞാൻ വളർന്നതും ഞാൻ എൻ്റെ പേരൻസും അല്ലെങ്കിൽ എൻ്റെ ടീച്ചേഴ്സും പറഞ്ഞതിന് ഉദ്ദേശിച്ചാണ് വന്നത്. കുറേ ദിവസം ഇത് പറഞ്ഞപ്പോൾ ഇവർ മടുപ്പ് കാണിച്ചപ്പോൾ ഒരു ദിവസം എനിക്ക് ദേഷ്യം വന്നവരോട് കുട്ടികളോട് മൂത്ത കുട്ടികളോട് എന്താ ഇങ്ങനെ നിങ്ങളെല്ലാം അത് കേട്ടോണ്ടിരുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞ് ഈ പറഞ്ഞതെല്ലാം കേട്ട് വീട്ടിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തിട്ട് വെളിയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് എൻ്റെ മൂത്ത മകൾ പറഞ്ഞ് ഡാഡി പറഞ്ഞ സാധനങ്ങളൊന്നും വെളിയിലില്ല, ഇപ്പം നിലവിലില്ല. I think what you are doing is a great job to make the people to just come back, the traditional value-ഓട് കൂടിയിട്ട് നമ്മളുടെ ഇന്നത്തെ തലമുറയ്ക്ക് ജീവിക്കേണ്ട മാർഗം പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇഡാപ്റ്റ്. കറക്റ്റ്. ഞാൻ ഒറ്റ പോയിന്റും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. എനിക്ക് അതിനുള്ളൊരു ആൻസറും കൂടെ ആയിരിക്കും. നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും വലിയ ദിലമ എന്ന് പറയുന്നത് ശരിയും തെറ്റും വേർതിരിച്ചറിയുക എന്നുള്ളതല്ല,
അത് ഭയങ്കര ഈസിയുള്ള കാര്യമാണ്. കാരണം ശരിയും തെറ്റും വേർതിരിച്ചറിയ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഡിഫറൻസ് ഉണ്ട് അത് രണ്ടും തമ്മിൽ. പക്ഷേ ആക്ച്വലി നമ്മളെയൊക്കെ ലൈഫും എല്ലാം ബേസിക്കലി വർക്ക് ചെയ്യുന്നത് ശരികളിൽ നല്ല ശരിയെ തിരിച്ചറിയാനും തെറ്റിൽ ചെറിയ തെറ്റിനെ തിരഞ്ഞെടുക്കാനും ഒക്കെയാണ്. അപ്പോൾ ഈ ഡിസിഷൻ മേക്കിംഗ് ആണ് ഇന്ന് നമ്മുടെ കുട്ടികൾ ലാക്ക് ചെയ്യുന്ന ഒരു മേജർ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികളെ എന്താ പറയുക ട്യൂട്ടർ ചെയ്യുമ്പോഴും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴെല്ലാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, അവർ ഒരു ഖലീൽ ജിബ്രാൻ്റെ പ്രോഫറ്റിൽ പറയുന്ന പോലെ ദേ ആർ ഫ്രം അനദർ ജനറേഷൻ. അത് നമ്മുടെ തന്നെ മക്കളായിരിക്കാം, പക്ഷെ അവർ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ജനറേഷനാണ്. അവരെ ജനറേഷനിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാധ്യമമായിരിക്കണം അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഒരുപാട് ഇൻഫോർമേഷൻ അബണ്ടൻ്റ് ആയിട്ടുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവരിലേക്ക് ഫർദർ ഇൻഫോർമേഷൻ കുത്തിവെക്കുകയല്ല വേണ്ടത്, അവർക്കൊരു മെൻറ്റർ അവൈലബിൾ ആക്കുകയാണ് വേണ്ടത്. അത് മെൻറ്റർ എന്തിനാണ്? ശരികളിൽ നിന്നും നല്ല ശരിയെ തിരഞ്ഞെടുക്കാനും തെറ്റിൽ നിന്നും ചെറിയ തെറ്റിനെ തിരഞ്ഞെടുക്കാനും. അതിന് ഒരിക്കലൊരു സ്കൂളിൽ നിന്നൊരു അധ്യാപകൻ ചോദിച്ചപ്പോൾ കുട്ടികളെല്ലാം ടെക്നോളജിയിൽ ഭയങ്കര അപ്ഡേറ്റഡ് ആയി, ഇനി ഞങ്ങൾ എന്താ ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ പഠിപ്പിക്കൽ നിർത്തിയാൽ മതി. നിങ്ങൾ പഠിപ്പിക്കൽ നിർത്തിയിട്ട് പേഴ്സണൽ എക്സ്പീരിയൻസുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങണം. കാരണം ആ എക്സ്പീരിയൻസുകളിൽ നിന്ന് കുട്ടിക്ക് ഒരുപാട് പാഠങ്ങൾ കിട്ടാനുണ്ട്. അവർ ലൈഫിൽ അനുഭവിക്കുന്ന സാഹചര്യങ്ങളെ എങ്ങനെ കോപ്പപ്പ് ചെയ്യാമെന്ന് പഠിക്കുക. നിങ്ങൾ 1 മണിക്കൂർ എടുത്ത് ലെക്ചർ ചെയ്യുന്ന ക്ലാസ് 5 മിനിറ്റ് യൂട്യൂബ് വീഡിയോയിലൂടെ കുട്ടിക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ എഗെയിൻ അത് ലെക്ചർ ചെയ്യാൻ നിങ്ങൾ ആവശ്യമില്ല. അപ്പോൾ സ്റ്റോപ്പ് ടീച്ചിങ് എന്ന് പറഞ്ഞു. അപ്പോൾ ദാറ്റ്സ് വാട്ട് ഐ ഹാവ് ടു സേ. താങ്ക് യു.